ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങള് തമ്മില് കണ്ട പോലെ തന്നെ നമ്മളൊരു ചെറിയ അക്വേറിയം റിലേറ്റഡ് വീഡിയോ ആണ്. പക്ഷെ അതിന് മുന്നേ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ എന്റെ ചാനലില് ചെന്താണ് മിഴിയില് നമ്മള് യാനുവിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ചെറിയൊരു ബൗളില് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് വളരെ ചെറിയ ഗപ്പീസിനെയും സീബ്ര പിന്നെ അതേപോലെ തന്നെ വിഡോ ടെട്ര അങ്ങനെ രണ്ട് മൂന്ന് ഫിഷിനെ. ഫിഷസിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെ അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ചെറിയ ഷോർട്സ് ആയിട്ട് 2 വീഡിയോസ് ഐഷുവിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെ അതിനുശേഷം നമുക്ക് ഫിഷ് കീപ്പിംഗിൽ ഒരു ക്രേസ് ആയി. നമ്മള് ഇപ്പോ വീടില് നിറയെ അക്വേറിയംസ് ആയി മാറി. ഒരു റൗണ്ട് ഒരു 6 അതെ, അതെ 6 അക്വേറിയംസ് ബൗൾസ് ആയിട്ടും ടാങ്ക്സ് ആയിട്ടും ഒക്കെ ആയിട്ട് ഇപ്പൊ ഒരു 6 ടാങ്കുകളോളം ആയി നമ്മുടെ വീട്ടില്. അതെ അപ്പൊ നമ്മള് അതിനിടയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് പ്ലാന്റഡ് അക്വേറിയം എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഏകദേശം 1 മന്ത് ആയിട്ടോ അപ്പൊ നമ്മൾ ആ ഒരു പ്ലാന്റഡ് പ്ലാന്റഡ് അക്വേറിയം. ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതെ 1 മന്തിന് മേലെയായി. നിങ്ങൾ വിചാരിക്കണം പലർക്കുള്ള ഒരു ധാരണയാണ് ഈ ഫിഷ് കീപ്പിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ ആ ഒരു മെയിൻ്റനൻസ് പ്രോപ്പർ അല്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക് തന്നെയാണ്. കാരണം ആ ഒരു വെള്ളം ചീത്തയായി കഴിഞ്ഞാലൊക്കെ വീട്ടിലത് അത്ര അതെ, നല്ല നല്ലതായിട്ട് നല്ല തോന്നില്ല. സ്മെല്ലും കാര്യങ്ങളൊക്കെ അതെ ആവും. ഇതിനു മുന്നും ഞാന് ഐഷുവും മാരേജിനൊക്കെ മുന്നേ ഞങ്ങൾ അതെ രണ്ടുപേരുടെ വീടുകളിലും ഞങ്ങൾ ഈ ഫിഷസിനെ വളർത്തി നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് അന്നെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫിഷ് വളർത്തുക എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതെ ജസ്റ്റ് നമ്മളൊരു ടാങ്ക് വാങ്ങിക്കും, കുറച്ച് ഫിഷിനെ പിടിച്ച് അതിലിടും, ഒരു എയർ മറ്റേ ഏറേറ്റർ എയറേറ്ററും കൂടെ ഇട്ട് വെക്കും. അത്രേ നമുക്ക് അറിയണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ, ഒരു 2 ഡേയ്സ് കഴിയുമ്പോ തന്നെ ആ വെള്ളം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ റൂമിലെ എന്നല്ല വീട്ടിലേ കയറാൻ പറ്റാത്തൊരു അതെ അതെ രീതിയിലാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫിഷ് കീപ്പിംഗ് എന്നുള്ള ഒരു ഇത് വേണ്ട വെച്ചതാണ്. അതെ ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ട് പഠിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ രണ്ടാമത് ഫിഷ് കീപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഫിഷ് കീപ്പിംഗ് ഹോബി ആയിട്ട് നമ്മൾ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതും അതിനൊരു തുടക്കമായതും നമ്മുടെ ഈ ഒരു സേലം വീട് തന്നെയാണ് അതെ ട്ടോ. ഇപ്പൊ എന്തായാലും നമ്മള് പിന്നെ ഈ ഒരു ഫിഷസിനെ വാങ്ങാൻ വേണ്ടിട്ട് ആദ്യം ഞാൻ ആ ഷോർട്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ അങ്ങനെ എവിടെ നിന്ന് നല്ല ഫിഷസിനെ വാങ്ങാൻ പറ്റും ഒന്നും നമുക്ക് അറിയില്ലായിരുന്നില്ല. നമ്മൾ ഇതിനൊരു റിസർച്ച് നടത്തിയതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് കടകൾ കണ്ടുപിടിച്ചു. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ രണ്ട് രണ്ട് ഷോപ്പുകൾ. ഷോപ്പുകളിൽ നിന്നായിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ തന്നെയാണ് ഈ അതെ പ്ലാന്റഡ് ടാങ്ക് സെറ്റ് ചെയ്തത്. നമ്മളൊരു തേർഡ് പേഴ്സണെ ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് സെറ്റ് ചെയ്യിക്കുകയല്ല അതെ ചെയ്തത്. നമ്മൾ ടാങ്കും റോ മെറ്റീരിയൽസും ഒക്കെ വാങ്ങിച്ച് പ്ലാന്റ്സും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഒരു ഐഡിയക്കും ഒരു എന്താ ഒരു പ്ലാന്റഡ് ടാങ്ക് എന്ന് കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എങ്ങനെ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അത്യാവശ്യം കലാബോധത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പ്ലാന്റഡ് ടാങ്ക് അക്വാസ്കേപ്പിംഗ് എന്ന് പറയും. അപ്പൊ അപ്പോ ആ, അത് നമ്മള് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് സെറ്റ് അതെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ബൗളിനെ സെറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു അത് പ്ലാന്റഡ്. നമ്മള് ചെയ്ത ഓരോ സ്റ്റെപ്സുമായിട്ട് കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ നമ്മൾ എന്തൊക്കെ അതിൽ ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം ഞാൻ അതെ പറഞ്ഞു നമ്മളിപ്പോ അറൗണ്ട് 1 മന്ത് ആയിട്ട് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്താന്ന് വെച്ചാല് ഫിഷ് ടാങ്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു നല്ല ഫിൽട്ടർ ഒക്കെ വെച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തന്നെ പറയും. കാരണം കുട്ടികൾക്ക് എന്റർടൈൻ ചെയ്യാൻ നല്ലൊരു ഈ സ്ക്രീൻ ടൈം ഒക്കെ മാറ്റി വെച്ച് ഇങ്ങനത്തെ അതെ, കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചും കൂടി ടൈം കൊടുക്കുക. നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണ്. സ്ക്രീൻ അതെ ടൈമിന് നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണ് ഇങ്ങനെ ഒരു ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് കുട്ടികൾ അതിൽ കുറെ നേരം സ്പെൻഡ് ചെയ്തോളും. അത് ഫിഷസ് കളർഫുൾ ഫിഷസ് ആവുമ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ നീന്തി ചെയ്തു പോകുന്നത് പോകുന്നത്. കാണുമ്പോൾ അവരത് നോക്കി ഇരിക്കും. അത് കാരണം തന്നെ നമുക്ക് സ്ക്രീൻ ടൈം മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ ഇപ്പൊ പറ്റും. നമുക്ക് തന്നെ ഇത്രയും ടാങ്ക് ആയപ്പോ എന്താ വെച്ചാ രാവിലെ നമുക്ക് രാവിലെയും വൈകുന്നേരം പറഞ്ഞാൽ നമ്മുടെ ഒരു റുട്ടീന്റെ ഭാഗമായി അതിനെ ഫീഡ് ചെയ്യുക അതിനെ നോക്കുക അതിന്. കാരണം നമ്മൾ കുറച്ച് ടൈമെങ്കിലും നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നല്ലൊരു അതെ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും തോന്നിയോണ്ടാണ് കേട്ടോ ഞങ്ങളിത് ഓപ്പൺലി സജസ്റ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതിനെ ഫീഡ് ചെയ്യുക, അങ്ങനത്തെ അവരുടെ റൊട്ടീനിലാക്കി കൊടുത്തു വെച്ചാൽ അവർക്കും അതൊരു സന്തോഷമാവും. അവർക്ക് കുറച്ചൊരു എന്തെങ്കിലും ഒക്കെ അവർ തന്നെ ചെയ്തു ആ ഫിഷസിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാവും കേട്ടോ അവർക്ക്. പിന്നെ ഇനി നമ്മളെന്താ നാട്ടിൽ പോയിട്ട് ഇതിനെ കുറച്ചും കൂടി ഫ്ലറിഷ് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട്. എത്ര നടക്കുന്നൊന്നും അറിയില്ല. കാരണം പിന്നെ ഇവിടുന്ന് പോയാ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇതിൽ കൂടുതൽ ബിസി ആവുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അറിയില്ല. പക്ഷെ എന്നാലും ഇതിനെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടി ഫ്ലറിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പ്ലാന്റ് ടാങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ടാങ്ക്. ബാക്കിൽ ബ്ലാക്ക് റാപ്പൊക്കെ ഒട്ടിച്ചെടുത്തു. ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. ഗ്ലാസ്സിൽ പൊടിയും ചളിയൊക്കെ ഉള്ളതൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റഡ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കിൽ നല്ല ഹൈറ്റിലും ഫ്രണ്ടിലോട്ട് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള രീതിയിൽ നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ടാങ്കിനൊരു ഡെപ്ത്ത് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ലൈവായിട്ട് നല്ലൊരു ഡെപ്ത്ത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ എപ്പോഴും നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടും ഫ്രണ്ടിലോട്ട് ഗ്രാജ്വലി സ്ലോപ്പായി വന്നിട്ട് ഫ്രണ്ട് എത്തുമ്പോഴേക്കും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ സോയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡെപ്ത്ത് കിട്ടും നമ്മുടെ ടാങ്കിന്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അക്വാസ്കേപ്പിങ്ങിനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രിപ്പ് വുഡ്സും അതേപോലെ തന്നെ സ്റ്റോൺസും നമ്മൾ ടാങ്കിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്വാസ്കേപ്പിങ്ങിനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് വരുന്ന ഗ്ലൂ ഉണ്ട്. ആ ഗ്ലൂവും ടിഷ്യൂ പേപ്പേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ഡ്രിപ്പ് വുഡ്സിനെ സ്റ്റോൺസ് ഉപയോഗിച്ച് ആങ്കർ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഡ്രിപ്പ് വുഡ്സൊക്കെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഫ്ലോട്ട് ചെയ്ത് മുകളിലോട്ട് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആങ്കർ ചെയ്ത് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചീന്തി അതിനെ റോൾ ചെയ്ത് ഇതുപോലെ വെച്ച് ഗ്ലൂ വെച്ച് അത് സ്റ്റോണിലോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ അക്വാസ്കേപ്പിംഗ് ഗ്ലൂ വെച്ചിട്ട് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനെയൊക്കെ കാണാൻ കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ ടാങ്കിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്യണം. നമ്മുടെ ലൈവ് പ്ലാന്റ്സിനെ ഈ ഒരു സോയിലിലോട്ട് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പ്ലാന്റ്സ് എടുത്തിട്ട് സോയിലിനകത്തോട്ട് നന്നായിട്ട് ഇറക്കി പ്ലാന്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് സോയിലിൽ പിടിച്ചിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് ഒരു റെഡ് ഷെയ്ഡുള്ള പ്ലാന്റ്സും അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡുള്ള പ്ലാന്റ്സും ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റൂട്ട്സ് നന്നായി പിടിക്കത്തക്കവണ്ണം നന്നായി സോയിലിനകത്തോട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഇറക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സിനെ ഈ ടാങ്കിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അക്വാസ്കേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഈ സ്റ്റോൺസ് നമ്മൾ ടാങ്കിനകത്ത് ഫിക്സ് ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലായിട്ട് നമുക്ക് ഭംഗി തോന്നുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്ലാന്റ്സ് ആയതുകൊണ്ട് ചെടികളുടെ ആക്ച്വൽ രൂപവും ഭംഗിയും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാങ്കിൽ വെള്ളം നിറയ്ക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ചെടികൾ ഇങ്ങനെ കിടക്കുന്നതിനകത്ത്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം നന്നായി കലങ്ങും. അപ്പോൾ അതൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻറ്റേർണൽ ഫിൽറ്റർ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സോബോയിൻ്റെ ഒരു സബ്മേഴ്സിബിൾ LED ലൈറ്റും ഫിക്സ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിലോട്ട് വെള്ളം ഒഴിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സോയിലുമായിട്ട് കലങ്ങി മറിഞ്ഞ് വെള്ളം നല്ലോണം കലങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഇപ്പോൾ കാണുന്ന പോലെ ഒരു ക്ലിയർ വാട്ടറിൽ തന്നെ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിനകത്തെ ലൈറ്റും അതേപോലെ തന്നെ ഫിൽറ്ററൊക്കെ ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഒരു 2-3 ഡേയ്സിൽ നമുക്ക് ഫിഷസിനെ ഇതിനോട്ട് റിലീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് അപ്പം തന്നെ നമുക്ക് ഇതിനോട്ട് ഫിഷസിനെ റിലീസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫിഷസിന് ഈ ഒരു ഇപ്പോൾ വെള്ളം അത്യാവശ്യം കലങ്ങിയിട്ടുള്ള വെള്ളം തന്നെയാവും നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഒഴിച്ചാലും ഉണ്ടാവുക. അത് നമുക്ക് ഫിഷസിനോ ഇട്ട് കഴിഞ്ഞാൽ ഫിഷസിന് അത് ഭയങ്കര സ്ട്രെസ്സ് കൊടുത്ത് ഫിഷസ് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ടാങ്ക് സെറ്റ് ചെയ്ത് ഒരു 2 ഡേയ്സൊക്കെ ഫിൽറ്റർ റൺ ചെയ്ത് വെള്ളം നന്നായി സെറ്റിലാവാൻ വിടുക. എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഫിഷസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഫിഷസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടൊന്ന് തുറന്നു വിടരുത്. പ്ലാസ്റ്റിക് പാക്കറ്റ്സ് ഇതിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യാൻ വിട്ട് അക്ലമറ്റൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഫിഷസിനെ ഫസ്റ്റ് ടൈം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ഡേയ്സ് ഇതുപോലെ ഫിൽറ്റർ ഇതിലകത്തോട്ട് റൺ ചെയ്ത് വെള്ളം നന്നായി സെറ്റിലാവാൻ വിടുക കേട്ടോ.
അപ്പോൾ 3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇൻറ്റേർണൽ ഫിൽറ്ററിന് പകരമായിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഹാങ് ഓൺ ഫിൽറ്റർ സോബോയിൻ്റെ തന്നെ വാങ്ങിച്ച് സെറ്റ് ചെയ്യുകയാണ്. അത് ഇതുപോലത്തെ ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ടാങ്കിൻ്റെ ബാക്കിലായിട്ട് ഹാങ് ചെയ്ത് കിടന്നിട്ടാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഹാങ് ഓൺ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് പുറത്തായതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ മോട്ടർ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആദ്യം തന്നെ നിറച്ച് കൊടുക്കണം. ഇല്ലാത്ത പക്ഷം ഇത് ഡ്രൈ റണ്ണായിട്ട് മോട്ടറിൻ്റെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ വെള്ളം ഇതിലോട്ട് നിറച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫിൽട്രേഷൻ പ്രോസസ്സ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും. വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ മോട്ടർ പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും, ഉള്ളിൽ നിന്ന് സക്ക് ചെയ്യാനും തുടങ്ങും വെള്ളത്തിനെ. അപ്പോൾ ഇതുപോലെ പ്രവർത്തിച്ച് തുടങ്ങും നമ്മുടെ മോട്ടർ. ഈ ഫിൽറ്ററിൽ തന്നെ സ്കിമ്മറും അതേപോലെ തന്നെ ഫ്ലോ കൺട്രോളും വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഈ ഇൻറ്റേർണൽ ലൈറ്റ് പോരാ എന്ന് തോന്നി, അതായത് നമ്മുടെ അക്വാസ്കേപ്പിങ്ങിന് അത്ര അത് എടുത്ത് കാണിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് നമ്മളൊരു ടോപ്പിൽ വെക്കുന്ന ബ്ലൂ പെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു LED ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മുടെ 2 സൈഡിലായിട്ട് ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ട് ടോപ്പിലാണ് വെക്കുക. ഇതുപോലൊരു നല്ലൊരു ലൈറ്റ് മുകളിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ അക്വാസ്കേപ്പിംഗ് കുറച്ചും കൂടെ നമുക്ക് നന്നായി എടുത്ത് കാണിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് ഫിഷസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫിഷസിനെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് ഫ്ലോട്ട് ചെയ്യാൻ വിട്ടിട്ട് അക്ലമറ്റൈസ് ചെയ്യാൻ വിട്ടിട്ട് വേണം റിലീസ് ചെയ്യാൻ. ഇല്ലാത്ത പക്ഷം അത് ഫിഷുകൾക്ക് ഭയങ്കര സ്ട്രെസ്സ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഓരോരോ ഫിഷസിനായിട്ട് ഒരു 20 മിനിറ്റ്സ് അക്ലമറ്റൈസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വിടുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഷോപ്പിൽ കണ്ടിട്ടൊരു കൗതുകം തോന്നിയിട്ട് വാങ്ങിച്ച ഒരു വാട്ടർ ടോയ് ആണിത്. ഇതുപോലെ ഇങ്ങനെ മുകളിലൊരു ബോളും താഴെ ഒരു പെൺകുട്ടി ഇങ്ങനെ ചൂലിൻ്റെ പുറത്ത് ഹാരി പോട്ടർ സ്റ്റൈലിൽ ഇങ്ങനെ പോകുന്ന രീതിയിലുള്ളൊരു ടോയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാന്റഡ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആൾമോസ്റ്റ് എല്ലാം എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളുടെ ഈ ഒരു വീഡിയോയില് നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ടാങ്ക് സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ എല്ലാ ഫിഷസിനെയും ഏതൊക്കെ ടൈപ്പ് ഫിഷ് ആണ്, ഏതൊക്കെ ടാങ്കുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അത് ചിലപ്പോ നമ്മൾ ആ ഒരു വീഡിയോ ലേറ്റ് ആവും, കാരണം നമ്മളത് ഫ്രീ ആവുമ്പോഴായിരിക്കും എടുക്കുക. ഇതെന്തായാലും നമ്മൾ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ അടുത്ത് 2-3 ഫൈറ്റർ അല്ലേ? അതെ, ഫൈറ്റേഴ്സ് ഉണ്ട്, ഗോൾഡ് ഫിഷ് 2 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ടെട്രാസിന്റെ പല വെറൈറ്റീസ് ഫിഷസ് നമ്മള് മൾട്ടിപ്പിൾ ടാങ്ക്സിലായിട്ടുണ്ട്. പിന്നെ ഗപ്പി ഉണ്ട്. അപ്പൊ ഇതിനൊന്നും നമ്മൾ ഒരേപോലത്തെ ടാങ്കുകളിലല്ല ഇടേണ്ടത്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. അതിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ചാൽ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പൊ നമുക്കതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പൊ ഈ ഒരു പ്ലാന്റ് ടാങ്കിൽ തന്നെ നമുക്ക് ഇടാൻ ഒരുപാട് അറഞ്ചം പുറഞ്ചം പറഞ്ഞ പോലെ ഫിഷസിനെ ഇടാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഫിൽറ്റർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോ ഈ പ്ലാന്റ് ടാങ്കിൽ തന്നെ ഫസ്റ്റ് നമ്മളൊരു ഇന്റേണൽ ഫിൽറ്റർ സെറ്റ് ചെയ്തു. അത് പോരാ എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ അത് ഒരു എക്സ്റ്റേണൽ ഹാങ് ഓൺ ഫിൽറ്ററിലേക്ക് മാറ്റി. അതുപോലെ ഏതൊരു ടാങ്ക് ആണെന്നുണ്ടെങ്കിലും ഒരു ഫിൽട്രേഷൻ സിസ്റ്റം എന്നുള്ളത് മസ്റ്റ് ആണ്. എന്നാലേ ആ ഒരു ഫിഷസിനും നല്ല ലൈഫ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ടാങ്ക് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. ഈ ഫിഷ് കീപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്നുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.